നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റവന്യൂ മന്ത്രി കെ രാജന്റെ മണ്ണുത്തിയിലെ ഓഫീസിലേക്ക് ഒല്ലൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ച് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ, പാൽ എന്നിവയ്ക്ക് സബ്സിഡി വിതരണം ചെയ്തു. മച്ചാട് സാന്ത്വനം സൊസൈറ്റിയുടെ 1ാം വാർഷിക പരിപാടികൾ തെക്കുംകര കല്യാണ മണ്ഡപത്തിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാടക്കത്തറ പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥയുടെ സമാപന യോഗം പാണ്ടിപ്പറമ്പ് സെന്ററിൽ CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തകർന്ന റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനെതിരെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒല്ലൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ മണ്ണുത്തി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. മന്ത്രി കെ രാജന് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലല്ല ശ്രദ്ധയെന്നും ഡിജിറ്റൽ സർവേ ഉപകരണങ്ങൾ വാങ്ങിയതിൽ 364 കോടി രൂപയുടെ അഴിമതി കഥകളാണ് പുറത്തുവരുന്നതെന്നും റവന്യൂ വകുപ്പ് അഴിമതിയിൽ ആറാടി നിൽക്കുകയാണെന്നും കാർഷിക സർവകലാശാലയിലും സുവോളജിക്കൽ പാർക്കിലും അനധികൃത നിയമനങ്ങൾക്ക് മന്ത്രി നേരിട്ട് നേതൃത്വം നൽകുകയാണെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, KPCC സെക്രട്ടറി ശശികുമാർ, DCC സെക്രട്ടറിമാരായ ജെയ്ജു സെബാസ്റ്റ്യൻ, ML ബേബി, സിജോ കടവിൽ, TM രാജീവ്, റിസൻ വർഗീസ്, ഹരീഷ് മോഹൻ, ജോണി ചിറയത്ത്, ലീലാമ്മ ടീച്ചർ, MU മുത്തു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാസ്കരൻ ആദങ്കാവിൽ, KC അഭിലാഷ്, ഡേവിസ് ചെക്കാലക്കൽ, KP ചാക്കോച്ചൻ, ജേക്കബ് പോൾ, സിനോയ് സുബ്രഹ്മണ്യൻ, ആന്റോ ചീനിക്കൽ, VS പ്രദീപ് കുമാർ, റോയ് കെ ദേവസി, ജോൺസൺ മല്ലിയത്ത്, ഷിബു പോൾ, ES അനിരുദ്ധൻ, ബിന്ദു കാട്ടുങ്ങൽ, ബാബു തോമസ്, അൽജോ ചാണ്ടി, TK ശ്രീനിവാസൻ, നന്ദൻ കുന്നത്ത്, ES ബൈജു, റപ്പായ് പൂവത്തിങ്ങൽ, സുനിൽ രാജ്, വിനീഷ് തയ്യിൽ, നിമ്മി റപ്പായ്, എബി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാത്രം കേരളത്തിന്റെ ഭരണം മുന്നോട്ട് നയിച്ച കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ MLA-മാരുടെ ഓഫീസിലേക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമുള്ള പ്രതിഷേധം സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ആഹ്വാനം ചെയ്ത MLA ഓഫീസ് മാർച്ചുകൾ നടക്കുകയാണ്. ഇന്ന് തൃശൂർ ജില്ലയിലെ 12 സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വലിയ ജനകീയ പ്രതിഷേധ മാർച്ചുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ പ്രദേശം ഉൾപ്പെടുന്ന തൃശൂർ ജില്ലയുടെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അധികാരത്തിൽ വന്ന് 10 വർഷം തികയുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. നമ്മുടെ ജില്ലയിലാണെങ്കിൽ 12 MLA-മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരാണ്. 2 മന്ത്രിമാരുണ്ട്. അതിലൊരു മന്ത്രി കേരളത്തിലെ മന്ത്രിസഭയിലെ 2ാമനായ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് രാജന്റെ നിയോജക മണ്ഡലമാണ് ഒല്ലൂര്. ഒട്ടേറെ മഹാരഥന്മാർ നേതൃത്വം കൊടുത്ത ഒരു പ്രദേശമാണ് ഒല്ലൂര്. PR ഫ്രാൻസിസിനെ പോലെ, PP ജോർജ് മാസ്റ്ററെ പോലെ ഒരുപാട് വർഷക്കാലം MLA-മാരായി ഇവിടെ പ്രവർത്തിച്ച MP വിൽസണിനെ പോലെയുള്ള നേതാക്കന്മാർ ആ കാലഘട്ടം ഇവിടെ പഴയ ആളുകൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഒല്ലൂരിന്റെ പാരമ്പര്യത്തെ, പൈതൃകത്തെ തകർത്ത് തരിപ്പണമാക്കി ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ ഒരു മന്ത്രി, ഒരു MLA
10 വർഷക്കാലമായി പ്രദേശത്തിന് അപമാനമായി മാറുമ്പോ അപമാനകരമായ 10 വർഷങ്ങൾ നൽകിയ സഖാവ് രാജിന്റെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ഒരു അന്തിമ പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ നേരത്തെ പ്രിയങ്കരനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കെ എൻ വിജയകുമാർ സൂചിപ്പിച്ചു, ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനെ കുറിച്ച്, ജനോപകാരപ്രദമായ ഒരു പദ്ധതിയെ കുറിച്ച് രാജ്യത്തിന് പറയാൻ സാധിക്കുമോ? 1% പോലും ജനങ്ങളോട് നീതി പുലർത്താതെ, ജനങ്ങളെ വെല്ലുവിളിച്ച് അഴിമതി നടത്തി, സ്വജനപക്ഷപാതം നടത്തി, പിൻവാതിൽ നിയമനം നടത്തി, ഒരു നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ തീരുമാനിച്ച, ജനജീവിതം സ്തംഭിപ്പിച്ച ഒരു ജനപ്രതിനിധിയായി രാജ്യം മാറുമ്പോ ഒല്ലൂരിലെ ജനാധിപത്യ വിശ്വാസികൾ, ഒല്ലൂരിലെ പൊതുസമൂഹം ഇതിനെതിരെയുള്ള സന്ധിയില്ലാത്ത സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒട്ടേറെ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡിയും പാൽ സബ്സിഡിയും വിതരണം നടത്തി. വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി ഉദ്ഘാടനം ചെയ്തു. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസീന ഷാജു മുഖ്യാതിഥിയായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ബാബു, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഐശ്വര്യ ലിൻഡോ, വലക്കാവ് ക്ഷീരസംഘം പ്രസിഡന്റ് ടി കെ ശശികുമാർ, കേരള ഫീഡ്സ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ നല്ല കൈ വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തോടു കൂടി ആ കുടുംബത്തിന്റെ കുട്ടിയേക്ക് പോകാവുന്ന സ്ത്രീയിലേക്ക് എത്തി ഒരുപാട് വാഹനം നിർത്തിപ്പോകേണ്ട ഗതികേടിലേക്ക് എത്തി എന്നത് വളരെയോടുകൂടി കേൾക്കാൻ കഴിയുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് പാല് എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇവിടെ സ്വാതന്ത്ര്യപ്രാന്തങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ പിറന്നു വീഴുന്ന കുഞ്ഞു മുതൽ മരണശൈലിയിൽ കിടക്കുന്ന ആരുമായി നോക്കാൻ, അവിടെ തൊഴുത്തിന്റെ പരിസരത്ത് കൂടി സഞ്ചരിക്കാൻ, അവരുമായി അത്തരം ആളുകളുമായി ഇടപഴകാൻ പോലും പുതിയ തലമുറ ശ്രദ്ധിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ പഴയ ഒരു കാലത്തിലേക്ക് നാം തിരിച്ച് പോകേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഈ അവസരം ഉപയോഗിക്കുക. തീർച്ചയായിട്ടും പാലുൽപാദിപ്പിക്കുന്ന കർഷകൻ, മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ, മറ്റ് ഏത് മേഖലയിലായാലും ശരി പണിയെടുക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പോലെ നാടിന്റെ വികസനം ഏറ്റെടുത്തു നടപ്പാക്കിയത് സമാധാനിക്കാൻ കഴിയൂ. എങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? മച്ചാട് സാന്ത്വന സൊസൈറ്റിയുടെ 1ാം വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് തെക്കുങ്ങര ഭഗവതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. നേത്ര പരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം മച്ചാട് സാന്ത്വന സൊസൈറ്റി പ്രസിഡന്റ് TK ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. തെക്കുങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർധന കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബോർഡ് മെമ്പർമാരായ NG സന്തോഷ് ബാബു, AK സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, തെക്കുങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, മച്ചാട് പരസ്പര സഹായ സഹകരണ സംഘം പ്രസിഡന്റ് KN രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്വാന്തനം സൊസൈറ്റി സെക്രട്ടറി T പരമേശ്വരൻ സ്വാഗതവും ട്രഷറർ K നാരായണൻകുട്ടി നന്ദിയും പറഞ്ഞു. ആര്യ ഐകെയർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ അവരുടെ തുടർ ചികിത്സയും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയിൽ നിന്ന് ചെയ്യുന്നത്. ആഘോഷത്തിന്റെ മറ്റ് ഏർപ്പാടുകളൊന്നും സ്വാതന്ത്ര്യ സൊസൈറ്റിക്കില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ 13-ലധികം കിടപ്പ് രോഗികളുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് നമ്മുടെ.
ഒരുപക്ഷെ വാർദ്ധക്യവും അല്ലാത്തതുമായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ മാറാരോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള അവസാന സ്റ്റേജിലാണ് അവർക്ക് ആവശ്യമായ പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനമാണ് 1 വർഷക്കാലമായി വിജയകരമായി നടക്കുന്നത്. ധാരാളം ആളുകൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്, പക്ഷേ ഇപ്പോഴും വേണ്ടത്രയായിട്ടില്ല എന്നാണ് പരമേശ്വരനൊക്കെ പറഞ്ഞത്. എത്രയും മെമ്പർഷിപ്പ് പരമേശ്വരൻ. ഒല്ലൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ വർഷത്തെ ഓണ സഹകരണ ചന്ത CPIM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TK തങ്കപ്പൻ സ്വാഗതം പറഞ്ഞു. MM അവറാച്ചൻ ആശംസകൾ നേർന്നു. ബാങ്ക് സെക്രട്ടറി സുബിൻ ഹരിദാസ് നന്ദി പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ തൃശൂർ സിറ്റിംഗ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹർജികൾ പരിഗണിച്ചു. തോളൂർ സ്വദേശി നൽകിയ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസും കാഞ്ഞാണി സ്വദേശി കുടിവെള്ളത്തിന് കുടുംബഭൂമി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയും സിറ്റിംഗിൽ തീർപ്പാക്കി. പോലീസ് കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചു എന്നാരോപിച്ച് തലക്കോട്ടുകര സ്വദേശിയായ ബ്ലോഗർ നൽകിയ പരാതിയിൽ തുടർച്ചയായി സിറ്റിംഗുകളിൽ പരാതിക്കാരൻ ഹാജരാകാത്തതിനെ തുടർന്ന് തുടർ നടപടികൾ അവസാനിപ്പിച്ചു. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പരാതികൾ നൽകുന്നതിന് കമ്മീഷന് നേരിട്ടോ തപാലിലോ ഇമെയിൽ മുഖേനയോ വാട്സ്ആപ്പ് നമ്പറിലോ പരാതി സമർപ്പിക്കാമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ അറിയിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഓണാഘോഷ പരിപാടി ആർപോ 2K25 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഫാദർ ടോമി ചിറക്കൽ, റെക്ടർ ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ എന്നിവർ ഓണ സന്ദേശം നൽകി. ആർപോ 2K25 ലഘുനാടകം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട്, തിരുവാതിരക്കളി, ഫ്യൂഷൻ ഡാൻസ് എന്നിവയും അധ്യാപക സംഘം അവതരിപ്പിച്ച തിത്തിത്താരോ തിത്തിത്തൈ എന്നിവയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ പുലിക്കളി അവതരിപ്പിച്ചു. വാദ്യമേളം, വടംവലി എന്നിവയും ഉണ്ടായി. ഫാദർ ബിബിൻ ഇളമ്പശ്ശേരിയിൽ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ നന്ദിയും പറഞ്ഞു. മുതിർന്നവരുടെയും ഭരണാധിപരുടെയും മാത്രം ഒരു കടമയല്ല, നമ്മളെ എല്ലാവരുടെയും ഉത്തരവാദിത്വമായൊരു ചിന്ത ഒന്നാമതായിട്ട് ഓർപ്പിച്ചുകൊണ്ടും രണ്ടാമതായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഞാനും നിങ്ങളും സമയം കണ്ടെത്തണം എന്നീ ഒരു ഓർമ്മപ്പെടുത്തലോടും കൂടി എല്ലാവർക്കും ഈ ഒരു നല്ല ദിവസത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് വിഷ് യു ഓൾ വെരി വെരി ഹാപ്പി ഓണം. ദൈവം നമ്മൾ എല്ലാവരെയും നിങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്ത് സ്കൂളിൻ്റെ എൻട്രൻസിന് പോലും വളരെ മനോഹരമായ ഒരു അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇഷ്ടപ്പെട്ടോ? മനോഹരമായിട്ടുണ്ടോ? ഈ അത്തപ്പൂക്കളം മനോഹരമാക്കാനുള്ള കാരണം എന്താ? ഓക്കെ, ഈ അത്തപ്പൂക്കൾ മനോഹരമാകാനുള്ള കാരണം അതിൽ ചേർന്നിരിക്കുന്ന പല വർണ്ണങ്ങളുള്ള പൂക്കളാണ്. ഒരൊറ്റ തരത്തിലുള്ള പൂക്കളായിരുന്നുവെങ്കിൽ ഭയങ്കര ബോറായത്. പക്ഷേ ഈ പൂക്കളത്തിനെ മനോഹരമാക്കുന്നത് അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓരോ ഇതളുകളുമാണ്. ആ ഇതളുകൾക്ക് നല്ല കളറാണ്. അതുപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സും. ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് തോന്നുക ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. ഓണസദ്യയെ വിഭവസമൃദ്ധമാക്കുന്നതും അതിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന പല വിഭവങ്ങളാണ്. അപ്പോൾ ഈ വിഭവങ്ങളെ നമ്മുടെ മനസ്സിൽ അണഞ്ഞു ചേർന്നിരിക്കുന്ന ഓരോ തീക്കനലുകളായി ഉപമിക്കാം. ഈ തീക്കനലുകളെ നന്മയായിട്ട് തീർക്കുകയാണ് എങ്കിൽ അത് ഊതിക്കത്തിച്ച് വലിയൊരു ജ്വാലയാക്കി മാറ്റുമ്പോൾ ഓണത്തിന് അർത്ഥം വന്നു. പ്രിയമുള്ളവരെ, ഈ ഓണാഘോഷത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ മനസ്സിലെ നന്മകളെ വലിയ തീജ്വാലകളാക്കി മാറ്റി മറ്റുള്ളവരിലേക്ക് പകർക്കുമ്പോൾ ഓണത്തിന് അർത്ഥം വന്നു. അതായിരിക്കട്ടെ ഈ ഓണാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളിലുള്ള നന്മകൾ ഊരി വീർപ്പിച്ച് തീജ്വാലകളാക്കി മാറ്റി ഓണത്തിന് അർത്ഥം വരുത്തി നമ്മുടെ ജീവിതം മാറ്റുമ്പോൾ മറ്റുള്ളവരിലേക്ക് മാറ്റി
ഈ വർഷം ഓണത്തിന് നല്ല സദ്യ വേണം. 26 തരം വിഭവങ്ങൾ അടങ്ങിയത്. Amma, who even eat that much these days? Just order from Zomato. ഈ കാലഘട്ടത്തിലല്ല ഓണം ഓൺലൈനാക്കി മാറ്റുമോ? മഹാബലി വരും, പൂക്കളമുണ്ടോ? ഇതാ AI ജനറേറ്റഡ് ഡിസൈൻ. ആഹാ, നമ്മളുടെ ആണോ? വെർച്വൽ ആക്കിയല്ലോ. Alpo
ഇടവേള. കണ്ണിനും മനസ്സിനും ഒരുപോലെ നിറം പകർന്ന് പൂവിപണി സജീവം. വേനൽ ചൂടിനെ വെല്ലുന്ന വിലയാണ് വിപണിയിൽ ഇത്തവണയും പൂക്കൾക്ക്. അത്തം മുതൽ 10 നാൾ പൂക്കളമൊരുക്കാൻ ഇത്തവണയും പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥയാണ്. പലവിധ വർണ്ണത്തിൽ മനോഹരമായ പൂക്കളമൊരുക്കാൻ ഇത്തവണയും വഴിയോരങ്ങളിൽ പൂവിപണി സജീവമായി. സാധാരണ തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതലായി പൂക്കൾ എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് പൂക്കൾ കൂടുതലായി എത്തുന്നത്. ഇതാണ് വിപണിയിൽ പൂവിന് വില കൂടാൻ കാരണം. എവിടെയും ധാരാളമായി കാണുന്ന ചെണ്ടുമല്ലിക്ക് കിലോയ്ക്ക് 100 രൂപ മുതലാണ് വില ഈടാക്കുന്നത്. റോസ് കിലോയ്ക്ക് 250 രൂപയും വെള്ള ആസ്ട്ര 700 രൂപയും വയലറ്റിന് 400 മുതലാണ് വില ഈടാക്കുന്നത്. പലവിധ പൂക്കളടങ്ങിയ 100 രൂപയുടെ കിറ്റിനാണ് ആവശ്യക്കാർ കൂടുതൽ. വേനൽ ചൂടിനെ വെല്ലുന്ന പൊള്ളുന്ന വിലയിൽ പൂവിപണിയിൽ കാര്യമായ വിൽപ്പന നടക്കുന്നില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ കോളേജുകളിലും സ്കൂളുകളിലും പൂക്കള മത്സരം ഉൾപ്പെടെ നടത്തുന്നതോടെ ആവശ്യക്കാർ കൂടുതൽ എത്തും എന്ന പ്രതീക്ഷയിലാണ് വിൽപ്പനക്കാരും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പൂവിന് വില കൂടിയതും ആവശ്യക്കാർ കുറഞ്ഞതും പ്രതിസന്ധിയാണെന്നും വരും ദിവസങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും വർഷങ്ങളായി പൂ വിൽപ്പന നടത്തുന്ന കുരീച്ചിറ സ്വദേശി സജീവ് പറയുന്നു. മാർക്കറ്റ് കുറവാണ്. പൂവിന് ഇതിൻ്റെ വിനായക ചതുർത്ഥിയിൽ ഒരു വില കൂടുതലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചുകൂടി വില കൂടുതലാണ് പ്രാവശ്യം. ആവശ്യക്കാരും കുറവാണ്. ഇപ്പോൾ ഈ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴാണ് നമുക്കൊരു കച്ചവടം ഉണ്ടാവുള്ളൂ. നമ്മൾ ബാംഗ്ലൂരിൽ മാർക്കറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കുറവാണ്. കഴിഞ്ഞ വർഷം വില കൂടുതലാണ് ഈ പ്രാവശ്യം. പ്രതീക്ഷയുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കണം. കച്ചവടം കുറവാണ്. ഇപ്പോൾ കിറ്റുകളാണ് പോണത് വീടുകളിലേക്കുള്ളത്. മത്സരങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ മെച്ചപ്പെടുമെന്ന് വിചാരിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാടക്കത്തറ പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി വൈകിട്ട് പാണ്ടിപ്പറമ്പ് സെന്ററിൽ സമാപിച്ചു. സമാപന യോഗം CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 26-ന് കട്ടിലപ്പൂവം സെന്ററിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്ത ജാഥ ചെട്ടിക്കാട്, കരുവാൻകാട്, താണിക്കുടം, കള്ളായി, പൊങ്ങണക്കാട്, മാറ്റാമ്പുറം, വെള്ളാനിശ്ശേരി, തേറമ്പം എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് ജാഥ 27-ന് മാടക്കത്തറ ആൽ, പടിഞ്ഞാറെ വെള്ളാനിക്കര, ടെൻസ്, കൊട്ടേപ്പാടം, മാങ്ങോട്, കിഴക്കേ വെള്ളാനിക്കര, ചിറക്കേക്കോട് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം വൈകിട്ട് പാണ്ടിപ്പറമ്പ് സെന്ററിൽ സമാപിച്ചു. സണ്ണി ചെന്നിക്കരയായിരുന്നു ജാഥ ക്യാപ്റ്റൻ. മാർട്ടിൻ നാഥൻ വൈസ് ക്യാപ്റ്റൻ, മാനേജർ PR സുരേഷ് ബാബു എന്നിവർ ജാഥ നയിച്ചു. ജനങ്ങളെ ഇടനെഞ്ചോട് തീർപ്പിപ്പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സർക്കാരിന്റെ വികസന നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസന മുന്നേറ്റ സമാപന കേന്ദ്രമായ പാണ്ടിപ്പറമ്പിന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുക, ആശംസകൾ അർപ്പിക്കുക. സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗവും മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് സണ്ണി ചെന്നിക്കര ക്യാപ്റ്റനും CPIയുടെ നേതാവായിട്ടുള്ള സഖാവ് മാർട്ടിനാഥ് വൈസ് ക്യാപ്റ്റനും സഖാവ് PR സുരേഷ് ബാബു മാനേജറുമായ ജാഥ 10 വർഷക്കാലം മാടക്കത്തറ പഞ്ചായത്ത് നടത്തിയ ജനകീയ മുഖമുള്ള വികസനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് ഈ ജാഥ നടന്നത്. നിരവധിയായ വിഷയങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്നലകളിൽ വരെ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത വലിയൊരു വിഭാഗം ആളുകൾ ഉൾപ്പെടെ അവരുടെ ജീവിതാനുഭവങ്ങളുടെയും അവരുടെ ജീവിതത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുത്തിയ മാറ്റങ്ങളുടെയും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ
വളരെ ആവേശപൂർവ്വമാണ് ഈ ജാഥയെ സ്വീകരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2021 പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു വാഗ്ദാനം കൂടി പൂർത്തീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത്. 65 വർഷക്കാലമായി കേരളത്തിന്റെ മലയോര മേഖലകളിൽ പട്ടയം ലഭിച്ച ഭൂമിയിൽ തങ്ങളുടെ ജീവനോപാധികൾക്ക് വേണ്ടിയുള്ള വിവിധങ്ങളായ പ്രവർത്തനം ഏറ്റെടുത്തതിന്റെ ഭാഗമായി സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങി പൊതു സമൂഹത്തിനാകെ ഗുണമുള്ള നിരവധിയായ കെട്ടിടങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന നിരവധി പ്രദേശങ്ങളിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് 65 വർഷക്കാലമായി വിവിധ കേസുകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന് ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിന്റെ മലയോര മേഖല മാതൃകയാണ്. ജണ്ടയ്ക്കപ്പുറമുള്ള വന്യമൃഗങ്ങളും കാടുകളെല്ലാം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജണ്ടയ്ക്കപ്പുറത്തുള്ള നിരവധിയായ മലയോര കർഷകർ കൃഷിഭൂമിയായെടുത്ത ഭൂമി അവരുടെ ജീവനോപാധിക്ക് വേണ്ടിയുള്ള പട്ടയമെല്ലാം നൽകിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് വളരെ വലിയ ഓർഡറാണ് മലയോര ജനതയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന പട്ടയങ്ങൾ ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുകയാണ്. കാർഷിക സമൃദ്ധിയുടെയും പ്രകൃതി നൽകുന്ന വിഭവങ്ങളുടെയും പങ്കുവെക്കലിന്റെ സന്തോഷമാണ് ഓണാഘോഷമെന്നും അല്ലാതെ ഇന്ന് കാണുന്ന വഞ്ചനയാർന്ന കച്ചവട തന്ത്രങ്ങളും ആഘോഷത്തിന്റെ പേരിലുള്ള കലഹങ്ങളും വെറും കെട്ടുകാഴ്ചകളാണെന്ന് മേജർ PJ സ്റ്റൈജ് പറഞ്ഞു. ഗവൺമെന്റ് UP സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറായ മേജർ PJ സ്റ്റൈജു. പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ശരിയായ ദിശാബോധം നൽകുന്ന ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആഘോഷങ്ങളിൽ മിഠായി, കേക്ക് പോലുള്ള മധുരപലഹാരങ്ങൾ ഉപേക്ഷിക്കുമെന്നും അവയ്ക്ക് പകരമായി നെല്ലിക്ക തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക PS മീന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ സൗദ RK, ഷാനിബ K, ഷൈനി CJ എന്നിവർ പ്രസംഗിച്ചു. സെമിനാറിന് ശേഷം കുട്ടികൾക്ക് നെല്ലിക്ക വിതരണം ചെയ്തു. പൊങ്ങണങ്കാട് കരുമത്ര റോഡ് വികസനം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു. താണിക്കുടം, കരുവാൻകാട് സെന്റർ, കുണ്ടുകാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ പാലം പണികൾ ഉടൻ പൂർത്തിയാകും. ഇതോടെ റോഡ് ഗതാഗതത്തിന് പൂർണ്ണമായും സജ്ജമാകും. ഗതാഗതം സുഗമമാക്കുന്നതോടെ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. കാർഷിക മേഖലയായ ഇവിടെ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റ് മാർക്കറ്റുകളിൽ എത്തിക്കാനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കാനും സഹായിക്കും. മണ്ണുത്തി ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി, ഷൊർണൂർ, ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് തൃശൂർ ടൗണിലെ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കി പോകാൻ ഈ റോഡ് ഉപകരിക്കും എന്നതും വലിയ നേട്ടമാണ്. ഒല്ലൂക്കര സാരഥിയുടെ അത്തം ദിന കൊടിയേറ്റവും ബുക്ക്ലെറ്റ് പ്രകാശനവും ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിമോദ് ഉദ്ഘാടനം ചെയ്തു. OK കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ ശ്യാമള മുരളീധരൻ സംസാരിച്ചു. ക്ലബ്ബ് മെമ്പർമാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. രാജേഷ് സ്വാഗതവും രോഹിത് നാരായണൻകുട്ടി നന്ദിയും പറഞ്ഞു. മുക്കാട്ടുകരയിൽ നിന്നാണ് ഞാൻ നടന്ന വഴികളാണ് ഈ പറയുന്ന മഴയൂരൊക്കെ. ഈ അമ്പലവും ഈ അമ്പലക്കുളമൊക്കെ ഒരുപാട് സ്കൂൾ കാലഘട്ടത്തിൽ നീന്തി കുളിച്ച സ്ഥലങ്ങളാണ്. പറഞ്ഞ പോലെ ഏറ്റവും നല്ല രീതിയിൽ ഈ മുക്കാട്ടുകര നമ്മൾ പറഞ്ഞ കിഴക്കുപാട്ടുകാരെ തൊട്ട് തുടങ്ങി മണ്ണുത്തി വരെ അവസാനിക്കുന്ന ഈ വിഷയങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ പൂമ്പാട്ടി അടക്കും ചിന്തയോടുകൂടി നടത്തുന്ന
എനിക്ക് തോന്നുന്നു സാരഥിയാണ്. ഞങ്ങളുടെ അവിടെ ബസ്സിൽ 7ാമത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു. നെല്ലങ്കര കുമ്മാട്ടി ഏകദേശം 50 കൊല്ലമായിട്ടുണ്ടാവും. ഏറ്റവും പഴയ കുമ്മാട്ടി എന്ന് പറയുന്നത് കാരപ്പുറം കുമ്മാട്ടിയാണ്. കുമ്മാട്ടിര എസ്എൻ ഔഷധാലയം തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് 90കളിൽ തൊട്ട് നമ്മൾ ഈ കുമ്മാട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരാളായിട്ട് നമ്മുടെ ആളാണ്. ഇത് തികച്ച ഔപചാരികമായിട്ടാണ് ഈ യോഗത്തിലേക്ക് എനിക്ക് പങ്കെടുക്കേണ്ടി വന്നത്. ഞാനല്ല ഈ പൊന്നാളായിട്ട് വന്നിട്ടുള്ളതും അല്ലെങ്കിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടതും. എൻ്റെ ACP സുധീരൻ സാറ് ഏറ്റെടുത്തൊരു പരിപാടി, സാറിൻ്റെ ഒരു മീറ്റിംഗ്. ഒരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9452225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി.
അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. വാർത്തകളിലേക്ക്. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് സ്റ്റേഷൻ റൌഡി അഭിനവ് പിടിയിൽ. പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊരട്ടി സ്കൂൾ പരിസരത്താണ് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി 1 കിലോ 155 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് സൂക്ഷിച്ചതിന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ അങ്കമാലി പോലീസ് സ്റ്റേഷനിലും പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലും കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസുകളുണ്ട്. കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർമാരായ ഷാജു, റെജിമോൻ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, ASIമാരായ സിൽജോ വിയു, റെജി AU, ബിനു MJ, സീനിയർ CPOമാരായ ഷിജോ തോമസ്, ശ്രീജിത്ത്, കൊരട്ടി സ്റ്റേഷനിലെ സീനിയർ CPOമാരായ നിഖിലൻ, ഉണ്ണികൃഷ്ണൻ, ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 5000 കിലോ മുളകുപൊടി വാങ്ങിക്കൊണ്ടുപോയി 11,02,500 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ തമിഴ്നാട് സ്വദേശി പിടിയിൽ. കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 7 ദിവസത്തിനുള്ളിൽ പണം ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞ് 5000 കിലോ മുളകുപൊടി വാങ്ങിക്കൊണ്ടുപോയാണ് തട്ടിപ്പ് നടത്തിയത്. സംഭവത്തെ തുടർന്ന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. കേസിലെ പ്രതി തമിഴ്നാട് ഈറോഡ് സ്വദേശി സുറാമംപെട്ടി സ്വദേശി മുത്തുകുമാർ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ്, GSI ഷാജു, ഷിബിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 5 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പോക്സോ കേസ് പ്രതിയെ ചെന്നൈയിൽ നിന്ന് പിടികൂടി. പ്രതി റിമാൻഡിൽ. പ്രതി ചെന്നൈ കോടമ്പക്കം ഭദീശ്വരൻ കോളനി സ്വദേശി രാജ്കുമാർ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ പിടികൂടുന്നതിനായി ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ആളൂർ പോലീസ് സ്റ്റേഷൻ SHO ഷാജിമോൻ, SI ജെയ്സൺ, CPOമാരായ ഡാനിയൽ, സാനി, ഹരികൃഷ്ണൻ, ആഷിഖ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണ്ണ എലസും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിലെ പ്രതികൾ റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതികളും സഹോദരങ്ങളുമായ മാള വലിയപറമ്പ് സ്വദേശി പോട്ടക്കാരൻ വീട്ടിൽ അജയ്, കുഞ്ഞുണ്ണി, മാധവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഹിത് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് മാളയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർമാരായ സാലിം, ജിജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ്, വിഷ്ണു, അബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റവന്യൂ മന്ത്രി K. രാജന്റെ മണ്ണുത്തിയിലെ ഓഫീസിലേക്ക് ഒല്ലൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ച് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ, പാൽ എന്നിവയ്ക്ക് സബ്സിഡി വിതരണം ചെയ്തു. മച്ചാട് സാന്ത്വനം സൊസൈറ്റിയുടെ 1ാം വാർഷിക പരിപാടികൾ തെക്കുംകര കല്യാണ മണ്ഡപത്തിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാടക്കത്തറ പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥയുടെ സമാപന യോഗം പാണ്ടിപ്പറമ്പ് സെന്ററിൽ CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.